ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ഇസ്രായേൽ ആക്രമിക്കുമോ ഇല്ലയോ? പെട്ടെന്ന് അമേരിക്കയുടെ സർക്കാരിൽ നിന്നും രണ്ട് രീതിയിലുള്ള അറിയിപ്പ് വരുന്നു. ആദ്യം പറഞ്ഞത് ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇസ്രായേൽ ഗവൺമെന്റ് ടേബിളിൽ തന്നെയുണ്ട്. അവർ ആക്രമിച്ചാൽ അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കും. ന്യൂക്ലിയർ സൈറ്റ്സിനെ ആക്രമിക്കാൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ ഇറാന് എതിരെയുള്ള ഒരു റിട്ടാലിയേഷന് ഞങ്ങൾ പൂർണ്ണ പിന്തുണ അറിയിക്കുന്നുവെന്ന് അമേരിക്കയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. അതേസമയം പെട്ടെന്ന് ഒരുപാട് ഉദ്യോഗസ്ഥർ, അമേരിക്കയിലുള്ള ചില ഉദ്യോഗസ്ഥർ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ആക്രമിക്കാൻ പാടില്ല എന്ന ഉപദേശം ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഇസ്രായേലിനെ കൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കുമോ? അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ലേ? അങ്ങനെ നേരിട്ട് ആക്രമിച്ചാൽ അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുള്ളിൽ തന്നെ ഉണ്ട്. അവയ്ക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ഒന്നാമതായി ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി. ഇറാന്റെ പക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് ഇല്ല ഇതൊക്കെ മറ്റൊരു ഘട്ടമാണ്. എന്നാൽ ആണവായുധം അവർ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ 90% വരെയും യുറേനിയം എൻട്രി ചെയ്യണം. ഈ യുറേനിയമാണ് അണുവായുധം നിർമ്മിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു വസ്തു. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് ആയുധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ചെയ്യാനേ കഴിയില്ല. അവസാനമായി വന്ന വിവരമനുസരിച്ച് നോക്കിയാൽ 80% കൂടുതൽ യുറേനിയം അവർ ശുദ്ധീകരിക്കുന്ന പ്രോസസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ചില പെർസെന്റേജ് ഇവരെ കൊണ്ട് യുറേനിയം എൻറിച്ച് ചെയ്യാൻ സാധിച്ചാൽ, ശുദ്ധീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു അണുവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയമായി മാറും. അങ്ങനെ നിർമ്മിച്ച് അവസാനിപ്പിച്ചാൽ ചില മാസങ്ങളിൽ തന്നെ അവരെ കൊണ്ട് ഒരു ആണവായുധം മുഴുവനായും നിർമ്മിക്കാൻ സാധിക്കും. അടുത്തതിന്റെ രൂപം മാറ്റി അതിൽ മിസൈൽസിനെ ഘടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർഹെഡാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ചില മാസത്തിൽ തന്നെ ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇതാണ് ഈ സിമ്പിൾ പ്രോസസ്. ഇത് ഇറാനായാലും ഏതൊരു രാജ്യമായാലും അണുവായുധം നിർമ്മിക്കാനുള്ള ഒരു സിമ്പിൾ പ്രോസസ്. ഈ യുറേനിയം എൻറിച്ച്മെന്റ് എന്താണ്? യുറേനിയം എങ്ങനെ ശുദ്ധീകരിക്കുമെന്ന് ചോദിച്ചാൽ സെൻട്രിഫ്യൂജ് സിസ്റ്റം, ഗ്യാസ് സെൻട്രിഫ്യൂജ് എന്ന് പറയും. ഹൈ പ്രഷറിൽ അകത്തേക്ക് ഗ്യാസ് കടത്തിവിടുകയും അകത്തുള്ള സെൻട്രിഫ്യൂജ് റോക്സിനെ ഹൈ സ്പീഡിൽ കറക്കും. ഇങ്ങനെ കറക്കുമ്പോൾ യുറേനിയം സാധാരണ യുറേനിയത്തിൽ നിന്നും എൻറിച്ച്ഡ് യുറേനിയമായി മാറും. അത് ശേഖരിച്ചു വെച്ചാണ് അണുവായുധം നിർമ്മിക്കുന്നത്. ഇപ്പോ ഇറാന്റെ പക്കൽ നിരവധി ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ട്. അതിൽ ഏതാണ് വളരെ പ്രധാനപ്പെട്ടത്? ഏതിലാണ് കൂടുതൽ സെൻട്രിഫ്യൂജ് സിസ്റ്റം ഇൻഡക്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ നെതാംസ് ന്യൂക്ലിയർ സൈറ്റ് ആണ്. ഇതാണ് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട അണുവായുധ നിർമ്മാണ പ്ലാന്റ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം. തുടക്കം മുതൽ തന്നെ, പല വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേലിന്റെ ഒരു നോട്ടം ഈ ആണവായുധ ഗവേഷണ കേന്ദ്രത്തിലുണ്ട്. എന്നാൽ നേരിട്ട് ഇതുവരെയും ഇസ്രായേൽ ഇവിടെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല. കാരണം ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമനുസരിച്ച് ഒരു രാജ്യത്തിന്റെ ആണവ ശക്തി നിലയത്തിൽ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ അത് നേരിട്ടുള്ള ഒരു യുദ്ധമായി മാറും. അന്താരാഷ്ട്ര നിയമങ്ങളിലൊന്നും അത് പെടില്ല. അത് നേരിട്ടുള്ള ഒരു യുദ്ധം അറിയിച്ചതിന് തുല്യമായി മാറും. അതുകൊണ്ടാണ് അമേരിക്ക ഇത്രയും കാലം ഇസ്രായേലിനെ നേരിട്ട് അവിടെ ആക്രമിക്കാതെ തടഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അമേരിക്ക ചെയ്തത് ഒരു സാധാരണ കാര്യമേ അല്ല. നേരത്തെ ബുഷ് ഭരിക്കുന്ന സമയത്ത് പോലും അമേരിക്ക B-2 ബോംബേഴ്സ് എല്ലാം നൽകരുത് എന്ന് പറയുകയും ഒരുപാട് ഉപരോധം നൽകിയിരുന്നു. എന്നാൽ നേരിട്ട് ഇസ്രായേലിനെ കൊണ്ട് അവിടെ ഒരു ആക്രമണം നടത്താൻ ഹെവി ബങ്കർ ബസ്റ്റർ ബോംബ്സ് ആവശ്യമാണ്. ഇതെല്ലാം നൽകാൻ പാടില്ല. ഇറാനെ ഇപ്പോ ഒരു വലിയ ഭീഷണിയാക്കി മാറ്റാതെ, ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ അനുവദിക്കാതെ ഹിസ്ബുള്ള, ഹമാസ്, യമനിലുള്ള ഹൂത്തീസ്, ഇങ്ങനെ ഇവരെ ചുറ്റി മാത്രം ഇസ്രായേലിന്റെ ശ്രദ്ധയുള്ളതുപോലെ അതിനാവശ്യമായ ആയുധങ്ങൾ മാത്രം നൽകിക്കൊണ്ടിരുന്നു. GBU-28 വരെ മാത്രമാണ് ഇസ്രായേൽ നൽകിയത്. അടുത്തിടെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇതിനെ തിരിച്ചടിക്കാനായി ഇസ്രായേലിൽ 70% ജനങ്ങൾ ഇസ്രായേലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ 90% കൂടുതലും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ഈയൊരു സമയം നമ്മൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്തവണ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിച്ചില്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായത് മാറും. കാരണം കഴിഞ്ഞ 50 വർഷത്തിൽ ലഭിക്കാത്ത ഒരു അവസരം നമുക്കിപ്പോ ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് ഇറാൻ നമ്മെ ആക്രമിച്ചു. അതിൽ നമ്മുടെ എയർബേസിനും ആക്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഈ ഒരു റിസ്ക് എടുത്തില്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇറാൻ നമുക്കൊരു വലിയ പ്രശ്നമായി മാറും. അതിനാൽ ഇപ്പൊ തന്നെ ഇസ്രായേൽ ഇവിടെ ഒരു വൻ തിരിച്ചടി നൽകണമെന്ന് ഇസ്രായേലിന് ധാരാളം ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റും ഇറാനെതിരെയുള്ള പ്രതികരണങ്ങൾക്ക് ചില ദിവസം ഫിക്സ് ചെയ്തിട്ടുമുണ്ടെന്ന വിവരം വരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ കൊണ്ട് ഈ നതാൻ ന്യൂക്ലിയർ സൈറ്റിനെ ആക്രമിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇതിനു മുൻപ് ഇതിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ബങ്കർ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇസ്രായേലിന്റെ പക്കലുള്ള GBU-28 ബോംബ് തന്നെ എടുക്കാം. ഇത് ഒരു ബങ്കർ ബസ്റ്റർ ബോംബാണ്.
ഇതിനെ കൊണ്ട് ചില മീറ്റർ മാത്രം ഒരു 10-30 അടി വരെയുമുള്ള ബങ്കേഴ്സിനെ തകർക്കാൻ സാധിക്കും. എന്നാൽ നഥാൻസ് ന്യൂക്ലിയർ സൈറ്റ് അത് ഏകദേശം 200 അടിയിൽ താഴെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയിലുള്ളതാണ്. അതുമാത്രമല്ല, മലകൾക്കുള്ളിൽ അവരുടെ ഈ സെൻട്രിഫ്യൂജ് സിസ്റ്റം ഇപ്പൊ നിലനിർത്തിയിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ബോംബ്സിനെ കൊണ്ട് പെനട്രേറ്റ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്ന മിസൈൽസ് ഉപയോഗിച്ച് ഇതിനെ ആക്രമിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. GBU-28നെ സംബന്ധിച്ച് ചില അടികൾ, ചില മീറ്റേഴ്സ് വരെയും അത് പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് പോകും. എന്നാൽ ഇത്രത്തോളം കൂടുതൽ കോൺക്രീറ്റ് തകർത്തകത്തേക്ക് പോകണം, അല്ലെങ്കിൽ മലകൾക്ക് നടുവിലുള്ള ഈ ഒരു ഫെസിലിറ്റി ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അമേരിക്കയുടെ GBU-57 30,000 പൗണ്ട്സ് അല്ലെങ്കിൽ ഒരു 14 ടണ്ണെന്ന് വയ്ക്കാം. അതായത് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ തന്നെ 2.5 ടണ്ണാണ്. പക്ഷേ സൈസിൽ അത് എത്ര വലുതാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഒരു ബോംബ് 14 ടണ്ണിൽ കൂടുതലാണ്. അത്തരത്തിലുള്ള ഒരു ബോംബ് എടുത്തുകൊണ്ടുപോയി നേരിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ അകത്തുള്ള ആ ഒരു ബങ്കറിന് ഇസ്രായേലിനെ കൊണ്ട് പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇസ്രായേലിന്റെ വ്യോമസേനയിലുള്ള ഏതൊരു വിമാനത്തെ കൊണ്ടും ഈ ഒരു ബോംബ് എടുത്തുകൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ കഴിയില്ല, അമേരിക്കയുടെ സഹായം ഇല്ലാതെ. കാരണം B-2 ബോംബേഴ്സ് പോലുള്ള ചില ബോംബർ വിമാനങ്ങളിൽ നിന്ന് മാത്രമേ ഈ ഒരു GBU-57 എന്ന് പറയപ്പെടുന്ന ആ ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കർ ബസ്റ്റിംഗ് മിസൈൽസ് എടുത്തുകൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കൂ. നേരത്തെ തന്നെ ഇത് നൽകാൻ പാടില്ല എന്ന് ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്ക് ഒരു ബാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിനെ കൊണ്ട് ആ സൈറ്റിനെ ആക്രമിക്കാൻ കഴിയും എന്നതല്ലാതെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ നേരിട്ട് ആക്രമിച്ചാൽ അത് തീർച്ചയായും ഒരു റീജിയണൽ വാറായി മാറും. അതിന് ഇസ്രായേൽ തന്നെ ഒരു കാരണമായി മാറും. 2020 പോലും ഇസ്രായേൽ ഒരു എക്സസൈസ് ചെയ്തു. 2023 2021 ഇതുപോലെ ഒരു എക്സസൈസ് ചെയ്തു. അമേരിക്കയുടെ സഹായം ഇല്ലാതെ ദീർഘദൂര മിഷന് വേണ്ടി ഇവരുടെ ടാങ്കർ വിമാനങ്ങളെയും ഇവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സിനെയും അമേരിക്കയുടെ സഹായമില്ലാതെ ദീർഘദൂര മിഷനായി, അതായത് ഇവരുടെ ടാങ്കർ വിമാനങ്ങൾ വെച്ചും ഇവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് വെച്ചും ഇറാന്റെ ഈ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിക്കുന്ന രീതിയിൽ ഒരു സിമുലേഷൻ തയ്യാറാക്കുകയും അതിന്റെ റിസൾട്ട്സ് പുറത്തിറക്കി. US എയർഫോഴ്സിന്റെ സഹായമില്ലാതെ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും, ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ ആക്രമിക്കുന്നത് ഞങ്ങൾക്കൊരു സാധാരണ കാര്യമാണെന്ന് പറഞ്ഞ് ഒരു വലിയ ഫ്ലെക്സായി തന്നെ അത് ചെയ്തു. ആക്രമിക്കാൻ സാധിക്കും, എന്നാൽ മുഴുവനായും ആ ഒരു സ്ഥലത്തെ നശിപ്പിക്കാനുള്ള ബോംബുകൾ ഇസ്രായേലിന്റെ പക്കൽ ഇല്ല. ഇതാണ് യാഥാർത്ഥ്യമായൊരു കാര്യം. ശരി, അപ്പൊ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? ഇസ്രായേലിനെ കൊണ്ട് ഈ നേരിട്ട് ന്യൂക്ലിയർ വെപ്പൺ സൈറ്റ്സിനെ ആക്രമിച്ചാൽ അത്രത്തോളം പ്രശ്നം വരും. ആക്രമിക്കാനുള്ള ആയുധങ്ങളുണ്ട്, എന്നാൽ നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ ഇല്ല. അപ്പോ ഇതിന് മുൻപ് ഇസ്രായേൽ എന്താണ് ചെയ്തത്? ഇസ്രായേൽ ഇതുപോലെ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇറാന്റെ പക്കൽ ഇതിനകം തന്നെ അണുവായുധം ഉണ്ടായിരിക്കേണ്ടതല്ലേ? ഇവിടെയാണ് സൈബർ വാർഫെയറും ടാർഗറ്റഡ് കില്ലിങ്ങും ഡോക്യുമെന്റ് സ്റ്റീലിംഗും ഒരു വലിയ ജോലി ഇസ്രായേലിന് വേണ്ടി ചെയ്തത്. ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യം പറയാം. ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസ്. ഇതിനെക്കുറിച്ച് എത്ര പേർ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. അപ്പോഴായിരുന്നു സ്റ്റക്സ്നെറ്റ് എന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാർ ഈ ലോകത്തെ തന്നെ തലകീഴാക്കി മാറ്റി. 2010 ആ ഒരു സമയത്ത് ഈ ഒരു പേര് കേട്ടാൽ വിറയ്ക്കാത്ത ഒരു കമ്പനീസും ഇല്ലായിരുന്നു. എങ്ങനെയാണോ അടുത്തിടെ റാൻസം വിയർ, ബ്ലാക്ക് സ്യൂട്ട് ഇങ്ങനെയുള്ള വൈറസ് ലോകത്തിലെ കമ്പ്യൂട്ടർ കമ്പനികളെയും ഈ കമ്പ്യൂട്ടർ അധികം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനീസിനെയും ബാധിച്ചത്, അതുപോലൊരു സംഭവമായിരുന്നു 2010 സംഭവിച്ചത്. ഇതൊരു കവേർഡ് ഓപ്പറേഷനായി മാത്രമേ ഇന്നും അറിയപ്പെടുന്നുള്ളൂ. ഡയറക്റ്റ് ഇതുവരെയും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഇത് സംഭവിക്കുന്നത് 2010 ആദ്യമായി ഇതേ നതാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഒരു 1000 സെൻട്രിഫ്യൂജേഴ്സ് പെട്ടെന്ന് പരാജയപ്പെടുന്നു, ഫെയിലിയർ ആകുന്നു. ചിലത് പൊട്ടിത്തെറിക്കുന്നു, ചിലതിന്റെ സ്പിന്നിംഗ് റേറ്റ്, അകത്ത് ആ ഒരു കറങ്ങുന്ന വേഗത എന്നത് കോൺസ്റ്റന്റ് ആകുന്നു. ഉദാഹരണത്തിന് ഒരു മിനിറ്റിൽ 5000 തവണ കറങ്ങും എന്നുണ്ടെങ്കിൽ അതേ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതല്ലാതെ അത് കൂടുതലായാലോ യുറേനിയം ശുദ്ധീകരിക്കാൻ സാധിക്കില്ല, അതിൽ നിന്ന് കുറഞ്ഞാലും യുറേനിയം ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ പെട്ടെന്ന് കമ്പ്യൂട്ടറുകളെല്ലാം മാൽവെയർ ആക്രമണത്തിന് ഇരയാകുന്നു. ഇത്രയധികം സെൻട്രിഫ്യൂഗേഴ്സ് എല്ലാം വേസ്റ്റ് ആകുന്നു. ഇത് കാരണം ഇറാന് അത്രയും വലിയ നഷ്ടമുണ്ടായി. അങ്ങനെ 2 വർഷത്തോളം, ഒന്നല്ല 2 വർഷത്തോളം ഇറാന്റെ ആണവായുധ ഉൽപാദനം അല്ലെങ്കിൽ അവരുടെ ന്യൂക്ലിയർ ഗോൾ എന്നത് അങ്ങനെ പിന്നിലേക്ക് പോയി ഈ ഒരേയൊരു സൈബർ ആക്രമണം വഴി. അപ്പോൾ അവിടെയുള്ള അധികാരികൾ, സയന്റിസ്റ്റ് എല്ലാവരും ചേർന്ന് ഇൻഫെക്റ്റ് ആയ ആ ഒരു ഡിസ്കിനെയും അവിടെയുള്ള ചില ഡേറ്റാസും എടുത്തുകൊണ്ട് വന്ന് പബ്ലിക് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് പ്രത്യേകമായി ഈ നതാൻ ന്യൂക്ലിയർ സൈറ്റിനെ മാത്രം കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഈ ഒരു സ്റ്റക്സ്നെറ്റ് വൈറസ് എന്നത് അമേരിക്ക, ഇസ്രായേൽ ചേർന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല.
ഇൻഡയറക്റ്റായി നമുക്കറിയാം അതാര് ചെയ്തിട്ടുണ്ടാകുമെന്ന്. അവർ ചെയ്തത് ഒരു ഇൻഫെക്റ്റഡ് USB ഡ്രൈവ് വഴി ഡയറക്റ്റ് ആ മദർ കമ്പ്യൂട്ടറിലേക്ക് ഈ വൈറസിനെ പാസ് ചെയ്ത് മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ സിസ്റ്റംസിനെയും ഇതിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. സൈമൺ 7 സോഫ്റ്റ്വെയർ. ആ സമയത്ത് ഇറാന്റെ PLC ഉപയോഗിച്ചതെല്ലാം ഈ സൈമൺ 7 സോഫ്റ്റ്വെയർ ആയിരുന്നു. ഈ സോഫ്റ്റ്വെയറിനെ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ആന്റിവൈറസ് സ്കാനിംഗ് നടക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ ബൈപാസ് ചെയ്ത് ഈ ഒരു വൈറസ് രക്ഷപ്പെടാനായി ഒറിജിനൽ അൽഗോരിതത്തിലും ഒറിജിനൽ കോഡിംഗിലും ഇവർ കൈവയ്ക്കുകയും അതിൽ ഒരുപാട് സ്ഥലങ്ങളെ ബ്രേക്ക് ഡൌൺ ചെയ്ത് ഈ ഒരു വൈറസിനെ വിജയകരമായി നിർമ്മിച്ചു. എങ്ങനെ ശ്രമിച്ചാലും ഏത് ഡിവൈസിൽ ഇൻഫെക്റ്റ് ആയി എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ആ എയർ ഗ്യാപ്പ് കോൺസെപ്റ്റിനെ എല്ലാം തകർക്കുന്ന രീതിയിൽ വളരെ ശ്രദ്ധിച്ചതിനെ തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയ ഈ ഒരു വൈറസ് ഒരു സിസ്റ്റത്തിൽ നിന്ന് അവിടെയുള്ള അത്ര ഡിവൈസസിലേക്ക് പോവുകയും 1000 സെൻട്രിഫ്യൂജേഴ്സ് അവിടെ ശൂന്യമായി. ഇപ്പോ ഈ വൈറസിന്റെ അറ്റാക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ആദ്യ സ്ഥാനത്ത് ഇറാൻ ഉണ്ടാകും. 2 ലക്ഷം കമ്പ്യൂട്ടേഴ്സ് അവിടെ നശിച്ചു. 2ാം സ്ഥാനത്ത് ഇന്തോനേഷ്യ, 3ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയുണ്ട്. 2010 മുതൽ 2012 വരെ ഈ വൈറസിന്റെ പേര് കേട്ടാൽ അലറി വിളിക്കാത്ത യാതൊരു കമ്പനിയും ഉണ്ടാകില്ല, മിഡിൽ ഈസ്റ്റിലായാലും ഇന്ത്യയിലായാലും. കാരണം 3ാം സ്ഥാനത്ത് നമ്മളാണുള്ളത്. അത്രത്തോളം നമ്മൾ അതിലും പരാജയപ്പെട്ടു. ഇങ്ങനെ ഒരു വലിയ സൈബർ വാർഫെയർ നടക്കുന്നു എന്നുള്ളത് പബ്ലിക് ഇന്റർനെറ്റിൽ ഇക്കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. പിന്നീട് ഇറാനിൽ ഇങ്ങനെയൊരു സൈബർ ആക്രമണം നടന്നതിനു ശേഷം പുറം ലോകത്തിന് ഇതൊരു വലിയ കാര്യമായി കാണിക്കുന്നു. ഒരുപാട് കമ്പനികൾ അതിനുശേഷം എങ്ങനെ ഈ സൈബർ വാർഫെയറിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ള പഠനങ്ങൾ നടത്തുന്നു. ചില സോഫ്റ്റ്വെയർസിനെ ഡെവലപ്പും ചെയ്യുന്നു. എന്നാൽ ഇതിൽ ഇറാന് നഷ്ടം ഒരു ഭാഗത്ത് സംഭവിച്ചാലും അവരുടെ ഈ സെൻട്രിഫ്യൂജേഴ്സ് റേഷ്യോ എന്നത് വർക്കിംഗ് റേഷ്യോ ആ സമയത്ത് ബാധിക്കപ്പെട്ടാലും അടുത്ത ഒരു വർഷത്തിൽ തന്നെ പല 100 സെൻട്രിഫ്യൂജേഴ്സിനെ നിർമ്മിച്ചവർ കാണിച്ചു കൊടുത്തു. ഈ ആക്രമണം നടക്കുന്നതിന് മുൻപിൽ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ സെൻട്രിഫ്യൂജേഴ്സ് ഇൻഡക്ട് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അത് ഡിസ്പ്ലേ ചെയ്തു. പെട്ടെന്ന് 2020 ഈ സെൻട്രിഫ്യൂജേഴ്സ് പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത് ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. ഈ ഒരു തീപിടുത്തം മൊസാദ് ചെയ്തതാണ് അല്ലെങ്കിൽ മൊസാദ് ചാരന്മാർ ചെയ്തതാണ് എന്ന് ഇറാൻ ഒരു ക്ലെയിം നടത്തി. എപ്പോഴത്തെയും പോലെ ഇസ്രായേൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവിടെയുണ്ടായ തീപിടുത്തം കാരണം അടുത്ത ചില വർഷം കൂടി ഇറാന്റെ അണുവായുധ ഉൽപാദനം പിന്നിലേക്ക് പോകുന്നു. ഇത് 2ാമത്തെ കാരണം. 3ാമത്തേത് ഇറാനുള്ളിൽ നിന്ന് തന്നെ ഡ്രോൺ ലോഞ്ച് ഈയൊരു ഫെസിലിറ്റിയിൽ നടത്തുന്നു. അങ്ങനെ നടത്തിയതിൽ ചില കേടുപാടുകൾ സംഭവിച്ചു എന്ന് ഇറാൻ പറയുന്നു. ഇങ്ങനെ ഓരോ തവണയും ഇസ്രായേൽ ഇൻഡയറക്റ്റ് ആയി ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിക്കുമ്പോഴെല്ലാം മാസങ്ങൾ വർഷക്കണക്കോളം ഇറാൻ പിന്നിലേക്ക് പോവുകയാണ്. അവർ ശരിയായ പാതയിലൂടെ ശരിയായി തന്നെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ അവരുടെ കയ്യിൽ ഒരു ആണവായുധം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ചില കാരണങ്ങളും നഷ്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇറാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗോൾ അത് ഇന്നും നടന്നിട്ടില്ല. അപ്പോ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങനെ ആക്രമിക്കാതെ ഈ ഇൻഡയറക്റ്റ് വഴികളിലൂടെ ആക്രമിക്കണം എന്ന് പല മിലിറ്ററി അനലൈസ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യുഎസിന്റെ ചില ഒഫീഷ്യൽസും ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും ഇസ്രായേൽ വലിയ കാര്യമായി എടുക്കുകയില്ല. അവരുടെ ലക്ഷ്യത്തിൽ അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ നേരിട്ട് ഒരു രാജ്യത്തിന്റെ ആണവായുധ ഉൽപാദന കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ആ ഗവേഷണ ഫാക്ടറിയിൽ ഒരു ആക്രമണം നടത്തിയാൽ തീർച്ചയായും അതൊരു വലിയ യുദ്ധത്തിൽ അവസാനിക്കും. ഇപ്പോ ലോകത്തിലുള്ള മറ്റ് രാജ്യത്തെ കൊണ്ട് ഇസ്രായേലിന് വലിയ രീതിയിൽ പിന്തുണയ്ക്കാൻ സാധിക്കില്ല. ഈയിടെ മാക്രോൺ നൽകിയ സ്റ്റേറ്റ്മെന്റ് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് അദ്ദേഹത്തിന് വരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയത്? ഒരു രാജ്യത്തിന്റെ അധികാരി ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റിന് തന്നെ അത്ര വലിയ വിമർശനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിക്കുകയാണെങ്കിൽ യുദ്ധം വരും എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. അതൊരു യുദ്ധമായി തന്നെ കണക്കാക്കാം. ഇറാന്റെ റെസ്പോൺസ് വളരെ സിവിയർ ആയിരിക്കും. കാരണം ഇതുവരെയും പറയാത്ത രീതിയിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ്സിൽ അവർ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഹൈലൈറ്റ് ആയി കാണിക്കുന്നുണ്ട്. റെസ്പോൺസ് വിൽ ബി സിവിയർ എന്നതിൽ നിന്നും പണിഷ്മെന്റ് വിൽ ബി സിവിയർ ആയി മാറിയിട്ടുണ്ട്. ശിക്ഷ ഇവിടെ വളരെ കഠിനമായിരിക്കുമെന്ന് ഏതോ ഒരു രീതിയിൽ അവർ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇറാൻ അവരുടെ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇനി ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അതിനും റിട്ടാലിയേഷന് തയ്യാറാണ്. എന്നാൽ ഇസ്രായേൽ എങ്ങനെ ആക്രമിക്കും, ഏതിനെ ആക്രമിക്കും, അതാണ് അറിയാത്തത്. ഇസ്രായേലിനെ സംബന്ധിച്ച് നേരിട്ട് ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ആക്രമിക്കുന്നതിനേക്കാളും അവർ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും. ഒരുപക്ഷെ അടുത്ത ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള ഏറ്റവും അടുത്ത ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇസ്രായേൽ അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. അതൊരിക്കലും ഒരു ആക്ട് ഓഫ് വാറായി കൺസിഡർ ചെയ്യാനും കഴിയില്ല. ഐക്യരാഷ്ട്രസഭയുടെ നിയമമനുസരിച്ച് തെളിവില്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തെ കാണിച്ചുകൊണ്ട്
ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊരു വാർ ഓഫ് ആക്ടായി കാണാനും കഴിയില്ല. ഇനി തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിന്റെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഇറാൻ ആക്രമിക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഈ സൈബർ വാർഫെയർ വഴി ചെയ്യാൻ സാധിക്കും. ഇറാന്റെ സെക്യൂരിറ്റി ടീം ഇസ്രായേലിലും അമേരിക്കയിലും ഇതുപോലെ ഒരുപാട് സൈബർ വാർഫെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈബർ പവറിനെ സംബന്ധിച്ച് ഇറാനെ കൊണ്ട് അതിനെ ബ്രീച്ച് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇറാന്റെ സൈബർ സെക്യൂരിറ്റിയെ ഇസ്രായേൽ ഒരുപാട് തവണ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇറാൻ ഇവിടെ ശക്തിപ്പെടുത്തേണ്ടത് അവരുടെ ആണവായുധ കേന്ദ്രത്തിന്റെ സുരക്ഷയെയും ഇറാന്റെ സൈബർ സെക്യൂരിറ്റിയെയും ആയിരിക്കും. ഇൻഡയറക്റ്റ് ത്രെഡിൽ നിന്നും ഇറാനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവ രണ്ടും ഇറാൻ തീർച്ചയായും ചെയ്യണം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.